ഇന്ത്യക്ക് മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുന്ന തരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിൽ വിവിധ കരാറുകൾ ഒപ്പിട്ടു. യുറേനിയം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതടക്കമുള്ള കരാറുകൾ ഇന്ത്യക്ക് വലിയ തോതിൽ ഗുണം ചെയ്യും. വി വിനോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനോദ്, ഇന്ന് ത്രിരാഷ്ട്ര സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തുകയാണ്. എന്തൊക്കെ കരാറുകളിലാണ് പ്രധാനമായും ഒപ്പിട്ടത്? ഇതിന്റെയൊക്കെ പ്രാധാന്യം എന്താണ്? ഇത് ഇന്ത്യക്ക് ഏതൊക്കെ രീതിയിൽ ഗുണം ചെയ്യും? അനുശ്രീ, ത്രിരാഷ്ട്ര സന്ദർശനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. വളരെ സുപ്രധാനമായ കരാറുകളിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് നേട്ടം. പ്രത്യേകിച്ച് ഈ അമേരിക്കയുടെ താരിഫ് ചുമത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് ഇന്ത്യക്ക് നേരത്തെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അവിടെയാണ് ഓസ്ട്രേലിയയും ന്യൂസിലൻഡും പോലുള്ള, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളുമായി സ്വതന്ത്ര കരാറിലേക്ക് ഇന്ത്യ പോയത്. അതിനുശേഷം ഉള്ള ഈ സന്ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം തായ്ലൻഡ് സന്ദർശനത്തിൽ ഏതാണ്ട് 5500 കോടിയുടെ ആയുധ ഇടപാട്, ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് വിൽപ്പന നടത്താനുള്ള കരാറിലേക്ക് പോകുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് യുറേനിയം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ധാരണാപത്രമായിട്ടുണ്ട്. നമ്മുടെ ഈ ആണവോർജ്ജം അതിൻ്റെ ഒരു ശേഷി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കരാറിലേക്കാണ് പോയിട്ടുള്ളത്. ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഇന്ത്യക്ക് കൂടുതൽ കരുത്ത് പകരുന്ന ഒരു കരാറിലേക്ക് പോയിരിക്കുന്നു. മറ്റൊന്ന് ന്യൂസിലാൻഡുമായുള്ള കരാറാണ്. അവിടെ ഇറക്കുമതി ചുങ്കം അത് ഒഴിവാക്കിക്കൊണ്ട് രണ്ട് രാജ്യങ്ങളും സഹകരണത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് ആദ്യം 57% ഇറക്കുമതി തീരുവയിലെ കുറവാണ് ന്യൂസിലൻഡിന് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യക്കാകട്ടെ പൂർണ്ണമായും ഇറക്കുമതി തീരുവ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് ന്യൂസിലാൻഡ് പോവുകയും ചെയ്യുന്നുണ്ട്. സാംസ്കാരികം, കല, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം തുടങ്ങി നിരവധി മേഖലകളിൽ ഇതിന് പുറമെ വാണിജ്യ കരാറുകൾക്ക് പുറമേയുള്ള ധാരണാപത്രങ്ങളിലേക്ക് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളും, ഈ 3 രാജ്യങ്ങളും പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊന്ന്, ഈ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ജനങ്ങൾ, ഇന്ത്യൻ വംശജർ, ഇവർക്കൊക്കെ തന്നെ വലിയ ഉത്തേജനം പകരുന്ന, ആത്മവിശ്വാസം പകരുന്ന ഒരു സന്ദർശനമായി കൂടി ഇത് മാറി എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി 40 വർഷങ്ങൾക്ക് ശേഷമാണ് ന്യൂസിലാൻഡ് സന്ദർശിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതേസമയം ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും അവിടുത്തെ വലതുപക്ഷ ശക്തികൾ ഈ സന്ദർശനത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ കുടിയേറ്റം അത് വലിയ തോതിൽ അവരുടെ സാമ്പത്തിക നിലയെ ബാധിക്കുന്നു, അവരുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ ബാധിക്കുന്നു എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. നേരിയ പ്രതിഷേധങ്ങളായിരുന്നു. പക്ഷേ പൊതുവിൽ ഈ 3 രാജ്യങ്ങളിലും വളരെ വലിയ സ്വീകാര്യതയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ലഭിച്ചത്. അനുശ്രീ, വിനോദ്, അപ്പോൾ ഇനി ഇന്ത്യയിലേക്ക് പുതിയ വികസനങ്ങൾ വരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും $20 ബില്യൺ നിക്ഷേപം ന്യൂസിലാൻഡിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ്. അത് വളരെ വലിയൊരു തുകയാണ്. അങ്ങനെ ഒരു ധാരണാപത്രത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ആയുധ ഇടപാട്, അതോടൊപ്പം തന്നെ യുറേനിയത്തിൻ്റെ ഇറക്കുമതി, തീരുവകളിലെ കുറവ്, നേരത്തെ നമ്മൾ പറയുന്ന കാര്യമാണ്. അമേരിക്ക ഈ തീരുവ യുദ്ധം ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് പല രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര പങ്കാളിത്തത്തിലേക്ക് ഇന്ത്യ പോകുന്ന സാഹചര്യമുണ്ടായി. നേരത്തെ UK-യുമായി ഇങ്ങനെ പരിപൂർണമായും ഇറക്കുമതി തീരുവകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, ഇന്ത്യക്ക് പൂർണ്ണമായും ഇറക്കുമതി തീരുവ ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോയിരുന്നു. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധം ഇന്ത്യ പുലർത്തുന്നു. ഇറ്റലിയിൽ ഉൾപ്പെടെ അടുത്തിടെ സന്ദർശനം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 3 രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അത് വെറുമൊരു സന്ദർശനം എന്നതിനപ്പുറത്തേക്ക് വലിയ കോടികളുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കൊണ്ടു പോകാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ബ്രഹ്മോസ് പോലുള്ള സംവിധാനങ്ങൾ അത് ഇന്തോനേഷ്യക്ക് നൽകിക്കൊണ്ട് 5500 കോടിയുടെ ഇടപാട് നടത്താൻ കഴിയുന്നു. ഓസ്ട്രേലിയയിൽ നിന്ന് ഈ യുറേനിയം കൊണ്ടുവരുന്നത്, അത് നമുക്കറിയാം. ഇപ്പോൾ ഹോർമൂസിൽ നടക്കുന്ന സംഘർഷം, പശ്ചിമേഷ്യൻ സംഘർഷം, ഈ ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യക്ക് എത്രമാത്രം സൃഷ്ടിക്കുന്നു, അതിൻ്റെ ആശങ്ക വളരെ വലുതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് യുറേനിയം ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഇറക്കുമതി ചെയ്യാനുള്ള ധാരണയായിരിക്കുന്നത്. അതിനപ്പുറത്തേക്കാണ് ന്യൂസിലാൻഡുമായുള്ള കരാർ. വലിയൊരു വിപണിയാണ് ന്യൂസിലാൻഡും. അവിടേക്ക് ഇന്ത്യയുടെ ഇറക്കുമതി അത് പൂർണ്ണമായും തീരുവ ഒഴിവാക്കി കൊണ്ടുപോകുന്നു. ആദ്യം ന്യൂസിലാൻഡിന് 57% തീരുവ കുറവ് വരുത്തുകയും പിന്നീട് അത് 95% വരെ കൊണ്ടുവരികയും ചെയ്യുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അങ്ങനെ പരിപൂർണമായി സ്വതന്ത്ര കരാറിലേക്ക്, വാണിജ്യപരമായി പരിപൂർണമായും സ്വതന്ത്ര ഇടപാടുകളിലേക്ക് ഈ രാജ്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഇവിടങ്ങളിലെ ഇന്ത്യൻ സമൂഹത്തിന്, ഇന്ത്യൻ ജനതയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സന്ദർശനം. നമുക്കറിയാം, നേരത്തെയൊക്കെ പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർ നേരിടുന്ന വംശീയമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ പരിഹാരമായി വളരെ ആവേശത്തോടു കൂടി ഈ ജനസമൂഹം മോഡിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അനുശ്രീ, ശരി, വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.